വിശാലൊക്കെ തുടങ്ങല്ലേ? നമ്മുടെ ചെറിയൊരു സംഗമം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഏറ്റവും ആരാധനായിട്ടുള്ള ബിജു സാറിനോടൊന്ന് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ആരാധനായിട്ടുള്ള നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഗണേഷ് ജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ മായാജി കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അതിഥിയായിട്ട് നമ്മുടെ ചന്ദ്രൻ സാർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും പരിചയം കാണില്ല. ചന്ദ്ര സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതെ, അപ്പോൾ നമ്മുടെ ഈ സംഗമം നമ്മൾ ആരംഭിക്കുകയാണ്. ഇത് ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ഞാൻ രാമുമായിട്ട് ഒന്ന് പറഞ്ഞു പോവുകയാണ്. എനിക്ക് ചന്ദ്രാജിയായിട്ട് പരിചയപ്പെടാനൊരു ഇടയായി. അപ്പോൾ ആ പരിചയത്തിൻ്റെ പുറത്ത് ചന്ദ്രാജി പറഞ്ഞു, ഇങ്ങനെ ചന്ദ്രാജി പാടുന്ന ഒരാളാണ്, നമുക്ക് ഒന്നിച്ചിരിക്കാം. ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ്, ലേഖ അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ രാജൻ അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടാം. ശരി എന്നാൽ വരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് അവിടെ ഇരുന്ന് ടെറസിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് ഞങ്ങൾ പാടി. അപ്പോൾ അവിടെ തന്നെയുള്ള നമ്മുടെ രാജീവും കൂടി. അപ്പോൾ രാജീവ് ഇതിനോടകം തന്നെ നിരവധി പ്രോഗ്രാമുകളിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറയുന്നത്. അപ്പോൾ രാജീവും വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒരുപാട് പല ദിവസങ്ങളിലും ഒക്കെ ഞങ്ങളങ്ങനെ കൂടാറുണ്ട്. വൈകുന്നേരങ്ങളിൽ അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്പിരിറ്റ് അങ്ങനെ ഭയങ്കര സ്പിരിറ്റായിട്ട് അങ്ങനെ കൂടി. ചന്ദ്രാജിയുടെ പാഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ്, അപ്പോൾ ചന്ദ്രാജിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നല്ല പാട്ടുകാരെ എവിടെ കണ്ടാലും ചന്ദ്രാജി വരില്ല, ഉടനടി നമ്പർ മേടിക്കും. ഒട്ടനടി നമ്പർ മേടിക്കും, കോണ്ടാക്ട് ചെയ്യും. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും പിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വേറെ കുറേ ആൾക്കാർ പുറത്തുണ്ട്, നിരവധി ആൾക്കാർ. അവരും കൂടി സത്യത്തിൽ വരേണ്ടതാണ്. പക്ഷെ വലിയൊരു പ്രോഗ്രാമായി പോകുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കുറേ ആൾക്കാർ വിളിച്ചില്ല. അത് വലിയൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് നിരവധിയായിട്ടുള്ള ആൾക്കാർ, എല്ലാവരും പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഒരു കൂട്ടായ്മ അവിടുന്ന് തുടങ്ങിയിട്ട്. പിന്നീട് ചിന്ത വരുന്നത്, ഗണേശിനെ വിളിക്കുന്നു, കലാഭവൻ സാബുചേട്ടനെ വിളിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂട്ടിയ ഒരു സംഗമം. അതും ഈ ടെറസിൻ്റെ മേളിൽ തന്നെ. അപ്പം അന്ന് ഈവനിങ്ങിൽ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പം അന്നും ഇതേപോലെ ഒരു സംഗീത കൂട്ടായ്മ നടന്നു. പിന്നീടും ഇത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ആരാധനായിട്ടുള്ള നമ്മുടെ ഗണേഷ് ജിക്ക് ഒരു സംഗീത സ്ഥാപനം ഇരുമ്പനത്തുണ്ട്, ജെനി എന്ന് പറയും. അങ്ങനെ നിരന്തരമായ ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, നിങ്ങൾക്ക് ഇവിടെ കൂടാം, ഇവിടെ നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാവർക്കും ഒത്തുകൂടി നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം, നിങ്ങൾക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടാം. അപ്പോൾ അതിന് നമുക്ക് ഒരു അവസരം ഒരുക്കി തന്ന ഈ ഗണേഷ് ജിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു അഭിനന്ദനം കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അകമഴിഞ്ഞ് വളരെ ആത്മാർത്ഥമായി ഒരുപക്ഷെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ അത്യധികം അത്രയും സ്നേഹമുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ ഒരു അവസരം അദ്ദേഹം ഒരുക്കി തന്നു. അത് തുടർച്ചയായി ഇന്ന് വരെ അത് ചില ഞായറാഴ്ചകളിൽ ഒക്കെ തന്നെ അദ്ദേഹം സ്ഥലത്തില്ലെങ്കിലും ഇപ്പോൾ തിരക്കുള്ളത് കൊണ്ട് മിക്കവാറും നമ്മളോടൊത്തും ചേരാൻ ചില സമയങ്ങളിൽ പറ്റിയിട്ടില്ല, ചില സമയങ്ങളുണ്ടായിട്ടുണ്ട്.
എങ്കിൽ പോലും അതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കുന്നത് ഏത് സമയത്തും നമ്മൾ പറയുന്ന സമയത്തൊക്കെ മിക്കവാറും ഞായറാഴ്ചകളായിരിക്കും. എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞായറാഴ്ചകളൊക്കെ ആയിരിക്കും മിക്കവാറും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു അവസരം അദ്ദേഹം നമുക്ക് ഒരുക്കി തന്നു. ആ കൂട്ടായ്മ ഇന്നും തുറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോരോ നിരവധി ആലുവയിലുള്ള ഒരു ശ്രീജിത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ മുജീബ് എന്ന് പറയുന്നൊരു ഗായകനുണ്ട്, നല്ല പാട്ടുകാരാണ്. ശ്രീജിത്തൊക്കെ നല്ല സ്ഥലമായിട്ട് പ്രൊഫഷണലായിട്ട് പോകുന്നവരൊക്കെ, അവരൊക്കെ നമ്മുടെ അവിടെ ഒരിക്കൽ വന്ന് പാടി പോയിട്ടുണ്ട്, ഒരു ദിവസം ഒക്കെ വന്ന് പാടിപ്പോയി. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു സംവിധാനമാണ് നമ്മുടെ എന്തോ വൈക്കം. അതിനിടയിൽ വൈക്കം സാബു ചേട്ടൻ വന്നു. സാബു ചേട്ടൻ ഒരു ദിവസം പല പ്രാവശ്യമായിട്ട് ഒരു ജനിയിൽ വന്ന് ഇരിക്കട്ടെ. ഇപ്പം നല്ല നല്ല പാട്ടുകാരാണ് നമുക്ക് ഈ ഒരു കൂട്ടായ്മയിൽ ഒത്തുകൂടാൻ പറ്റിയത്. അപ്പം നമ്മുടെ ആ ഒരു സംഗീത അഭിരുചി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, എന്നാൽ ആരും വലിയ പ്രൊഫഷണലായിട്ട് പോകുന്നതല്ല, പ്രൊഫഷണലായിട്ട് പോയിക്കൊണ്ടിരുന്ന മായാജി, പിന്നെ നമ്മുടെ ദീപ്തി, രാജീവ് ജി, അവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളോടൊത്ത് സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, ആ ഒരു പാഷൻ തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത്. അപ്പം അതാണ് ഇന്ന് നമുക്ക് പിന്നീടുള്ള ചിന്ത നമുക്ക് വരുന്നത്. ദീപ്തിയും മായാജിയൊക്കെ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഓണം വന്നു, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുചേർന്നാൽ എന്തായാലും ഒരു അഭിപ്രായം അവരുടെ ഭാഗത്ത് നിന്ന് വന്നു. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടാം. ഒരുപാട് ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും കൂടി ഒത്തുചേരാം, ഒരു ഓണസദ്യയൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി നമുക്ക് പിരിയാം എന്ന് ഒരു തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് അവതരിപ്പിച്ചത്. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാമിലേക്ക് വന്ന നമ്മുടെ ഇന്നിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് നമ്മുടെ RPA ആയിട്ട് നമ്മൾ റിട്ടയർ ചെയ്ത, നമുക്ക് ഏറ്റവും ആരാധ്യനും അതുപോലെ സംഗീതത്തെ അത്രയധികം സ്നേഹിക്കുകയും അതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ബിജു സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ വിശദീകരിച്ചു, നിങ്ങൾക്ക് ആർക്കും തന്നെ അത്രയും ഒരു പരിചയപ്പെടുത്തലിലോ ഒന്നും ആവശ്യമില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ കൂട്ടായ്മയിലേക്ക് ഞങ്ങളോട് ഒപ്പം എത്തിച്ചേർന്ന ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചലച്ചിത്ര പിന്നണികാരൻ ശ്രീ ഗണേഷ് സുന്ദരത്തിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ചന്ദ്രൻ സാറ് ഇതിൻ്റെ അപ്പുറത്താണ് ചന്ദ്രൻ സാർ താമസിക്കുന്നത്. അദ്ദേഹം അധ്യാപകനായി റിട്ടയർ ചെയ്തു. പിന്നീട് SSAയിലെ ജില്ലയുടെ ചാർജായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബ വീടുകളാണ് ഈ കാണുന്നത്. ഇവിടുന്ന് മുഴുവൻ ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാനായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്ന നമ്മുടെ ചന്ദ്രൻ സാറിന് ഞാൻ അതോടെ നമ്മുടെ മായാജി നമ്മൾ അടുത്ത കാലം മുതൽ, നമ്മൾ പരിചയപ്പെട്ട കാലം മുതൽ ഇത്രയധികം സംഗീതത്തെ ഞാൻ ഇപ്പം നിരവധി എനിക്ക് അറിയാൻ കഴിഞ്ഞിടത്തോളം ഒരു കാലഘട്ടത്തിലൊക്കെ എറണാകുളത്ത് പല ഗ്രൂപ്പുകളിലൊക്കെ പാടി നടന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പലപ്പോഴും പാടുമ്പോഴത്തേനും ഞാൻ പറഞ്ഞത് എനിക്ക് മായാജിയോട് പാടാൻ എനിക്ക് പേടിയാണ്. ഞാൻ പറയും മായാജിയോട് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഒരു സമയത്ത് ഒക്കെ പാടി നടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മായാജിയും നമുക്ക് ഈ ഒരു സംവിധാനത്തിൻ്റെ കൂടെയായിട്ട് നമുക്ക് എത്തിച്ചേർന്ന് മായാജിയിൽ നമുക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നിവിടെ കൂടിയിട്ടുള്ള നമ്മുടെ മധുച്ചേട്ടൻ നമ്മുടെ എല്ലാവരുടെയും ഒരു സമയത്ത് നമ്മുടെ ദിവസം ഉണ്ടായിരുന്നു. മിക്കവാറും നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ മധുച്ചേട്ടൻ ഉണ്ടാകുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് മധുച്ചേട്ടൻ എന്തൊക്കെയോ ഇതുകൊണ്ട് മധുച്ചേട്ടൻ അങ്ങനെ എന്തായാലും ഇന്ന് മധുച്ചേട്ടൻ ഇന്ന് നമ്മുടെ ഈ ഒരു വലിയ ഈ സംഗീത സംഗമത്തിൽ ഈ ഓണ സംഗമത്തിൽ എത്തിയതിന് മധുച്ചേട്ടന് നന്ദി. അതുപോലെ രാജീവ് ജി
സുബിൻ, ദീപ്തി, അമ്മ, രാജീവിയുടെ വൈഫ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ എല്ലാവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ ഇതിനകത്ത് ഇത് നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന കന്നിമാസത്തിലാണ്, അങ്ങനെയും കൂടി ഉണ്ട്. നിങ്ങൾ കന്നിമാസത്തിൽ അപ്പൊ അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓണം 7-ാം തീയതി, അടുത്ത ദിവസങ്ങളൊന്നും ആരും ഫ്രീ അല്ല. പിന്നെ വന്നത് നമുക്ക് സൺഡേ എന്ന് പറയുന്നത് ഒരു 14-ാം തീയതി ഞാനും ഉണ്ടായിരുന്നു, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോർഡിനേഷന് ഒരു ബുദ്ധിമുട്ട് വന്നു. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ഇത് വന്നപ്പോഴത്തെ പിന്നെ 21-ആയി. നമ്മൾ ഒരു സൺഡേ സെലക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും മറ്റ് എൻഗേജ്മെന്റ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇത് കന്നിമാസത്തിലേക്ക് നീണ്ടുപോയത്. എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷിക്കുന്നതിന് കന്നിമാസമോ മകരമാസമോ ഒന്നുമില്ല. എല്ലാ സംഗമങ്ങളൊക്കെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ബന്ധങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഊഷ്മളമാകുന്നത് ഇത്തരം കൂട്ടായ്മകളാണ്. പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പം ഈ ഗ്രൂപ്പിനകത്ത് പലപ്പോഴും എനിക്ക് തോന്നുന്നു സംഗീത കൂട്ടായ്മകളിൽ പിന്നെ ഒരാൾ പാടി ഒരു ഞാൻ തോന്നിയിട്ടുണ്ടായി ചിലർക്ക് ഒരു അങ്ങനെ ഒരു ബന്ധങ്ങളിലൊക്കെ അങ്ങനെ കാണാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും ഒരു വിഷമമില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. എല്ലാവരും ഓരോരുത്തരെയും പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കുറ്റം പറയുക, അങ്ങനെയൊന്നും ഈ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് പാടുമ്പോൾ പല ആൾക്കാർക്കും ചിലപ്പോൾ ചില പറയാനുള്ളതാണ്, കാരണം നമ്മൾ അത്ര ഹൈ പ്രൊഫഷണൽ പാടുന്നവരല്ല. അതുകൊണ്ട് പാടുന്നത് എല്ലാവർക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു കളിയാക്കാനോ അങ്ങനെ ഒരു വിഷമിക്കുന്ന രീതിയിലൊന്നും ഈ കൂട്ടായ്മയിൽ ഇല്ല എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത. പരസ്പരം എല്ലാവരെയും പരസ്പരം പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ സന്തോഷവും സൗഹൃദവും നഷ്ടപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായൊരു ശ്രമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയതും ഇതേപോലെ ഒരു സംഗമം നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പം അതിനൊരു വലിയ സന്തോഷമായിട്ട് കരുതുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും നമ്മുടെ ഈ ഒരു എളിയ ഈ ഓണ ആഘോഷ പരിപാടിയിലേക്കും അത് കഴിഞ്ഞുള്ള നമ്മുടെ ചെറിയ ഒരു ഓണസദ്യയും പിന്നെ പാട്ടുകളൊക്കെ പാടി നമുക്ക് പിരിയാം. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് ആദ്യം ഉദ്ഘാടനം നിർവഹിക്കാം, അതിനുശേഷം ആശംസിക്കാം. ആയിക്കോട്ടെ, താങ്ക് യു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ ആരാധനായിട്ടുള്ള ടീച്ചർ സാറെ അനുവാദത്തോടുകൂടി യാതൊരു സാധിക്കുകയാണ്. നമുക്ക് രണ്ടുപേരും വരുന്നതായിരിക്കും. ഇതിനിടെ ഇതിൽ ഒരാൾ ചന്ദ്രൻ ചേട്ടനായിരിക്കണമെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു ചന്ദ്രൻ ചേട്ടൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയില്ല. ഞാൻ യങ്ങസ്റ്റ് നിങ്ങൾ രണ്ടുപേരും കൂടെ എത്രയുണ്ട്?
വേദിയിൽ ഉപവിഷ്ടരായ ഏറ്റവും ബഹുമാന്യനും മികച്ച കലാകാരനുമായ ഗണേഷ് ജി, ചന്ദ്രൻ സാർ, അനേകം വേദികൾ പാടി ധന്യമാക്കിയ നമ്മുടെ മായാജി, മികച്ച സംഘാടകനായ ചന്ദ്രൻഭായി, രാജൻ, ദീപ്തി, സുബി, അങ്ങനെ വേദിയിൽ സഹസ്കരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരും. ഓണം എന്ന് പറയുന്നത് നമുക്ക് ഒരു വേറൊരു വൈബാണ്. അതിൻ്റെ പിന്തുടർച്ചെന്നുള്ള നമ്മുടെ ഈ ഒരു എളിയ കമ്മ്യൂണിറ്റി ഇതിലേക്ക് വന്നു ചേർന്നത്, അല്ലെങ്കിൽ ഈ ഒരു കൂടിയൊരുവിലേക്ക് എത്തിച്ചേർന്നത് ഞാൻ അധികം സന്തോഷിക്കാം. വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ എത്തിച്ചേരുന്നത്. ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീമെയിൽ സിംഗർ, ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മേഖലയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഫീമെയിൽ സിംഗർ, ആ ഫീമെയിൽ സിംഗറിനെ അന്വേഷിച്ച് നടക്കുന്ന, അതായത് ഞങ്ങളുടെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള സുദർശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദീപ്തി ഗായികയായിട്ട് എത്തുന്നതോടുകൂടിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റെ ഒരു കടന്നു. നേരത്തെ സ്വാഗത പ്രാസംഗികനായ രാജൻ പറഞ്ഞതുപോലെ എവിടെ വന്നു കഴിഞ്ഞാലും അവിടുത്തെ ഒരു വ്യക്തിയെ തിരഞ്ഞു പിടിക്കുക എന്നുള്ള ചന്ദ്രൻഭായിയുടെ ആ ഒരു പ്രത്യേക കഴിവ് അദ്ദേഹം പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം അവിടെ എന്നെ പിടികൂടുകയുണ്ട്. അദ്ദേഹം വർഷങ്ങൾ പരിചയമുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിലാണ്, ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് നമ്മളോട് ഇടപെടുക. ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മികച്ച ഗായകരുടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പാട്ട് പാടാമെന്നുള്ള ഉദ്ദേശത്തിൽ കയറിയ എന്നെപ്പോലെ അദ്ദേഹം വെറുതെ വിടാതെ ഇങ്ങനെ ഒരു കുറച്ച് ആളുകളുണ്ടെന്നും അവർക്ക് ലെജൻസ് ആയിട്ടുള്ള ആളുകളാണ്, അവരെ സാറിന് പരിചയപ്പെടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എൻ്റെ ഒപ്പം കൂടി. അങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെയുള്ള ഒരാളാണ്. പറഞ്ഞാൽ വളരെ കുറഞ്ഞ നാൾ മാത്രമായിട്ടുള്ള ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ എത്തിച്ചേർന്നതെങ്കിലും ഒരു വലിയ മികച്ച കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി കണ്ടെത്താനായിട്ട് താമസിച്ചു പോയോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഇവർ ഓരോരുത്തരും കാഴ്ചവെക്കുന്നത്. ആദ്യം മായാജിയുടെ വീട്ടിലാണ് ഞാൻ ചെല്ലുന്നത്, ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്ന് അന്ന് ഇവരുടെ മൈക്കെടുത്ത് ഓരോരുത്തരും പ്രകടനം വെച്ചപ്പോൾ എൻ്റെ ആത്മവിശ്വാസം തകർന്ന് താഴത്തോട്ട് ഇറങ്ങി, ഞാൻ കുഴികുത്തി താഴത്തോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അവസാനം മായാജിയുടെ അമ്മയാണ് പറഞ്ഞത്, സാറ് പാടുമല്ലോ, ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിടിപ്പോട് കൂടി പാടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇപ്പോഴും ഇവരുടെ മുമ്പിൽ പാടുന്നതിന് ഒരു നെഞ്ചിടിപ്പ് എനിക്കുണ്ട്. മികച്ച കലാകാരന്മാരാണ്. ആയിരക്കണക്കിന് വേദികൾ പങ്കിട്ടുള്ള മായാജി. അപ്പോൾ എന്നുണ്ടെങ്കിൽ ചന്ദ്രൻഭായി പറയണേ, ഗണേശ് ഇങ്ങനെ ആള് വളരെ പുലിയാണ്. അദ്ദേഹം അവിടെ ജിനി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, നമുക്ക് അവിടെയാണ് നമ്മൾ ഇടയ്ക്ക് കൂടാറുള്ളത്. അദ്ദേഹം അതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവിടെ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാറൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ചെറിയൊരു സൗണ്ട് സിസ്റ്റം, ഇത് മോട്ടോർ വാഹന വകുപ്പിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരു തവണ ഇത്ര സൗണ്ട് സിസ്റ്റം തരില്ല അല്ലെങ്കിൽ തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായൊരു വാശിപ്പുറത്ത് വാങ്ങിച്ചു തുടങ്ങിയ ഒരു 10-15 വർഷമായിട്ട് ഇങ്ങനെ വാങ്ങിച്ച് ഓരോന്നായിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊരു വലിയൊരു ഗുണമായി എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ഒരു കൂട്ടുകാരൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞാൻ സൗണ്ട് ഇടാം എന്ന് പറഞ്ഞിട്ട് പോയപ്പോഴാണ് ഇവരെ എനിക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചത്. ഇതെല്ലാം ഒരു നിമിത്തമാണ്, നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന നിമിത്തമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം നമ്മളുടെ ഈ കുറഞ്ഞ കാലത്തിലുള്ള ഈ ജീവിതത്തിൽ സന്തോഷിക്കുവാനും അതുപോലെ തന്നെ ഇതുപോലുള്ള ആഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കുവാനും, അതുപോലെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ഒരു പൂക്കളം ഒരു പറഞ്ഞ സമയം കൊണ്ട് വളരെ മികച്ച രീതിയിലൊരു പൂക്കളം ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് ചെറിയൊരു കളികൾ ഇവിടെ നടത്തുന്നുണ്ട്. ഈ ഒരു കുറഞ്ഞ കൂട്ടായ്മയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഒരു ഫാമിലി ആയിട്ടാണ് എല്ലാവരും വന്നതെന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം. എൻ്റെ ഫാമിലി വരാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷേ ഒരു ചെറിയ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ തുണി പർച്ചേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് മാത്രമാണ് അവിടെ വരാത്തത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ പറയും ഞാനൊക്കെ പാട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇറങ്ങി പോകട്ടോ എന്നൊക്കെ പറയുമെങ്കിൽ തന്നെയും അതൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾക്ക് എപ്പോഴും പാടാൻ അവസരം തരുന്നു. ഇപ്പോൾ അവളിപ്പോൾ നിലവിൽ വീട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് സൗകര്യമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും നല്ല ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിച്ചേർന്നതിൽ ജഗദീശൻ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത്തരം ലെജൻസിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാനായിട്ട് എനിക്ക് സാധിക്കുന്നത് തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു ദൈവാനുഗ്രഹമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അവർ അധ്യക്ഷ ഭാഷകളേക്ക് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഈ ഒരു ഓണാഘോഷം മികച്ച രീതിയിൽ ഇവിടെ കൊണ്ടാടുവാനായിട്ട് ജഗദീശൻ സഹായിക്കട്ടെ. നല്ല ഭംഗിയായിട്ട് പാടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ ഭാഷ വിരമിക്കുന്നു. നന്ദി.
ഈ സൗണ്ട് സംവിധാനങ്ങൾ മുഴുവൻ ബിജു സാറ് സ്വന്തമായിട്ട് വാങ്ങിച്ച് യാതൊരു സംഗീതത്തിനോടൊരു പാഷൻ കൊണ്ടാണ് ഇതെല്ലാം ബിജു സാറിൻ്റെ സ്വന്തം സാധനങ്ങളാണ്. അപ്പം അതിന് ഒരു പ്രതിഫലേച്ചം കൂടാതെ അദ്ദേഹം ഇതിനകത്ത് അങ്ങനെ ഈ സംഗീതത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് വളരെ വില. അത് ഞാൻ നേരത്തെ പറയാം. അത് ന്യൂജൻ ടെക്നിക്സ് യൂസിങ് പുതിയ ടെക്നിക്സ്. അതെ 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 സാറിൻ്റെ അത്രയും പാഷൻ ഉണ്ട് ഇതിനകത്ത്. അത് ഞങ്ങളെ സാറ് വന്നപ്പോഴത്തേനും ചന്ദ്രാജി പറഞ്ഞിങ്ങനെ ബിജു സാറ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് റിട്ടയർ ചെയ്ത സാറുണ്ട്, അദ്ദേഹം ഭയങ്കര ഇത് സംഗീതത്തിനോട് നല്ലൊരു പാഷനുള്ള ആളാണ് എന്ന് സൂചിപ്പിച്ചു. പക്ഷെ അടുത്ത് പരിചയപ്പെട്ടപ്പോൾ നമ്മൾ കരുതിയതിൻ്റെ എത്രയോ മടങ്ങ് പാഷനുള്ള ആളാണെന്ന് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി. അത് പരിചയപ്പെടുമ്പോൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ നമുക്കത് ബോധ്യപ്പെട്ടു. എന്തായാലും ഒരുപാട് നന്ദി. അതുപോലെ നമുക്ക് ഏറ്റവും ആരാധനയായിട്ടുള്ള നമ്മുടെ ശ്രീ ഗണേഷ് സുന്ദരത്തിനെ ആശംസ അർപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. എല്ലാവരും പ്രാർത്ഥന ചൊല്ലാൻ മറന്നുപോയി. സാധാരണ ഒരു ചടങ്ങിനങ്ങനെ ഒരു സംഭവം ഉള്ളതാണല്ലോ. വളരെയധികം സന്തോഷമുണ്ട് ഈ കന്നിമാസത്തിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ആഘോഷങ്ങൾ എപ്പോഴും ഓണായാലും എല്ലാം ഈ പറഞ്ഞ പോലെ ഊഷ്മളമായ ഒരു വ്യക്തി ബന്ധങ്ങളുടെ കൂട്ടായ്മ ആണല്ലോ. അപ്പോൾ അത് മുന്നോട്ട് അനർഗളം പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എനിക്ക് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ എനിക്ക് ആദ്യം പരിചയമുള്ളത് എൻ്റെ ഗുരുനാഥൻ സാറിനെയാണ്. ചന്ദ്രൻ സാറാണ് ഞങ്ങളെയൊക്കെ 10ാം ക്ലാസ് കടത്തി വിട്ടത്. സാറിൻ്റെ കൂടെ വേറെയും അധ്യാപകരുണ്ടായിരുന്നു. 8, 9, 10 3 വർഷവും അല്ല സാർ, ഇംഗ്ലീഷ് മാത്സ് അല്ലേ ഒക്കെ സാറിൻ്റെ ഇവിടെ സ്ഥാപനത്തിൽ വന്നാൽ പഠിച്ചു. ഞാൻ നേരെ മെയിൻ റോഡ് സൈഡിലാണ് ഞാൻ അന്ന് താമസിച്ചിരുന്നത്, ചുരക്കാട്. അതിനുശേഷം പിന്നെ എനിക്ക് നമ്മുടെ രാജീവാണ് പരിചയം. 10-35 വർഷം മുമ്പ് രാജീവും ഞാനും ഒക്കെ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ ഏകദേശം മായും ഒക്കെ ആയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ പിന്നീട് പരിചയപ്പെട്ടതാണ്. അപ്പം ഇത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനതിനെ അങ്ങനെയല്ല പറയുന്നത്, ഭ്രാന്തന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. എന്ന് പറഞ്ഞാൽ ഈ സംഗീതത്തോടെ ഇത്രത്തോളം ആവേശമുള്ള ആളുകളെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചുമ്മാ വീട്ടിൽ ടെറസിൻ്റെ മുകളിലൊക്കെ പാടി തുടങ്ങിയിട്ട് ഇവിടം വരെ എത്തിയെങ്കിൽ അത് അവരുടെ ആ ഉള്ളിലെ ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു സംഗീതത്തോടുള്ള പ്രേമത്തിൻ്റെ ഒരു പ്രതിഫലനമാണിത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ എനിക്കിതിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. എന്താ പ്രശ്നം വെച്ചാൽ ഞാനിത്തരം പരിപാടികളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അതിന് ഒഴിയാൻ ശ്രമിക്കുന്ന ആളാണ് എല്ലായ്പ്പോഴും. അപ്പം നിങ്ങളാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സ്നേഹം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ പാടുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. പരസ്പരം അങ്ങോട്ട് ഒരാൾ നന്നായി പാടിയാൽ ഉള്ളിൽ ലേശം ജലസ്യമൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാതെ. ഇതിവിടെ അങ്ങനെയില്ല, എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നൊരു കാര്യം, ഈ വേദിയിലൊക്കെ പാടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം പാട്ടിനെ ഏറ്റവും സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് അത് ആരെവിടെ എങ്ങനെയൊക്കെ പാടുന്നു ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ആൾക്കാരാണ് ചന്ദ്രനും കൂട്ടരും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാൻ പാടുന്ന പാട്ടുകളൊന്നും അത്ര ദഹിക്കാറില്ല ഇവർക്കൊന്നും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലും അവരെ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വളരെ പെർഫെക്റ്റായിട്ട് പാടിയിരുന്ന ആളാണെന്ന് പലരും ഇപ്പമായി ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ പാടിയിരുന്ന ആളാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ അത്രയും പെർഫെക്ഷൻ വരുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. പല കാരണങ്ങളുണ്ടാകാം. കുറച്ചൊരു ഈസിനെസ് ഒക്കെ വന്നാൽ പിന്നെ ആ പെർഫെക്ഷനൊക്കെ പോകും.
എന്നാലും നമുക്ക് പ്രൊഫഷനോടുള്ള ആ പാഷൻ അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യമൊന്നും കുറഞ്ഞിട്ടൊന്നുമല്ല. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ശ്രദ്ധിക്കാം, കൂടുതൽ പെർഫെക്റ്റായിട്ട് പാടാൻ ശ്രമിക്കാം എന്നേ പറയാൻ ഉള്ളൂ ഈ സാഹചര്യത്തിൽ. എന്തായാലും കൂട്ടായ്മയിൽ വരാൻ സാധിച്ചതിൽ എനിക്ക് അതേ സന്തോഷമുണ്ട്. ഞാൻ അധികം നേരെ എനിക്ക് ഇവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ നിങ്ങളുടെ ഈ ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ട് എത്താൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വന്നു പോകാമെന്നാണ് കരുതിയത്. അപ്പോൾ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയം ഏകദേശം ആകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചില അനുഭവങ്ങൾ കൂടെ പറയാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോർഡിക്കുന്നുണ്ടെങ്കിൽ കൈയടിച്ച് നിർത്താനായിട്ടുള്ള സൂചന തന്നാൽ മതി. മറ്റൊന്നുമല്ല, ഈ തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ, അവർക്കോണക്കോടിയായി നീ വാ ഉത്രാടപ്പൂനിലാവേ വാ എന്ന് പറയുന്ന ആ ചിന്ത എൻ്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉള്ളതാണ്. അതിനൊരു അങ്ങനെ ഒരു തുടക്കം വരാൻ ഒരു സാഹചര്യം ഉണ്ടായത് ഒരു 10-15 അതിലപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള കുറേ പാട്ടുകാർ പാടിയ ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കൊച്ചി FM റേഡിയോയിൽ നമ്മുടെ നടൻ സിദ്ദിഖ് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു, ഒരു ഓണ സമയത്ത്. അപ്പോൾ അതിനകത്ത് അവരുടെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ കൂടുതലായിട്ട് ആ കാര്യങ്ങളിൽ എൻ്റെ ചിന്ത പോയതാണ്. എന്താണെന്ന് വെച്ചാൽ അവരൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഓണ ദിവസം എല്ലാവരും സദ്യ, ലൊക്കേഷനാണെങ്കിലും സദ്യ ഉണ്ടാവില്ല, ഊണ് കഴിക്കാനായിട്ട് പിരിഞ്ഞപ്പോൾ ഏറെ വില്ലേജിലാണ് ഈ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ പരിസരവാസികൾ എല്ലാവരും ഉണ്ടാവില്ല. അപ്പോൾ അവരെല്ലാം ഓണ സമയമായപ്പം, ഊണിൻ്റെ സമയമായപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. 2 കുട്ടികൾ മാത്രം അവിടെ അവശേഷിച്ചു. അപ്പോൾ അവരെയും ഇവർ പറഞ്ഞു വിട്ടു, നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവരവിടെ നിൽക്കുകയാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവരുടെ വീട്ടിൽ ഓണമില്ല എന്ന്. അച്ഛനില്ല, അമ്മയ്ക്കാണെങ്കിൽ ആരോഗ്യമില്ല. അപ്പോൾ വീട്ടിൽ ചോറില്ല, തിരുവോണത്തിൻ്റെ അന്ന് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എന്നുള്ള അവസ്ഥ. അത് വല്ലാതെ വേദന ഉണ്ടാക്കിയ ഒരു അനുഭവമായി. അപ്പോൾ അതിനുശേഷമുള്ള ഓണങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ ചിന്ത അങ്ങോട്ടേക്ക് പോകും. സത്യം പറഞ്ഞാൽ പിന്നീട് അല്ലെങ്കിൽ കൂടി അങ്ങനെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഞാനും വൈഫും കൂടെ കുറച്ച് വർഷങ്ങളിൽ പിന്നീട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജയരാജ് എന്ന് പറഞ്ഞിട്ട്, ചെറുതായിട്ടുള്ളതാണ്. പുള്ളി ഇങ്ങനെ വോളണ്ടറിലി ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ തിരുവോണ നാളിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ പോകും. പൊതിച്ചോറ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ എറണാകുളം നഗരത്തിൽ വൈറ്റില അങ്ങനെ അവിടെയൊക്കെ ഉള്ളവർ റോഡിൽ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്ത്. അപ്പോൾ ഞാനും ഭാര്യയും കൂടെ അങ്ങനെ 1-2 തവണയൊക്കെ പോയതാണ്. അപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ ഈ ഭക്ഷണത്തിന് പൊതി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിൽ ഉള്ള ആർത്തി ആണ് കാണേണ്ടത്. ഭയങ്കര ഇതാണ് പറയുന്നത്. നമുക്ക് 1 കോടി രൂപ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു നമുക്കത് കിട്ടുന്ന ഒരവസ്ഥയാണ് അവർക്ക് ഒരു പൊതി ചോറ് കിട്ടുമ്പോൾ. പക്ഷേ ഞങ്ങൾ പിന്നീടുള്ള വർഷങ്ങളിൽ പോകുമ്പോഴും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ തെരുവിലുള്ള ആൾക്കാർക്ക് തന്നെ വീണ്ടും ഭക്ഷണം കൊടുക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇവർക്ക് ഷെൽട്ടർ ഹോംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ എറണാകുളത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊന്നും പോയി കഴിയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അവിടെ ഷെൽട്ടർ ഹോംസിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതൊന്നും ഉൾക്കൊണ്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട്. എന്നാലും അവർക്ക് തെരുവിൽ കഴിയാനുള്ള താല്പര്യം. പിന്നെ അത് നിർത്തി. പിന്നെ അത് കൂടാതെ തന്നെ ഓണത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എൻ്റെയൊക്കെ ബാല്യകാലത്തിലെ ഓണം എന്ന് പറയുമ്പോൾ ഏകദേശം 50 വർഷം മുമ്പുള്ള ഓണമാണ്. അപ്പോൾ അന്ന് പ്രത്യേകിച്ച് എല്ലാ വർഷവും അച്ഛൻ്റെ നാട് ചങ്ങനാശ്ശേരി ആയതുകൊണ്ട് ഈ വെക്കേഷൻസിനെല്ലാം ഞങ്ങൾ ചങ്ങനാശ്ശേരി ആയിരിക്കും. 10 ദിവസം സ്കൂൾ അവധിയായിരിക്കുമല്ലോ, നേരെ അവിടെയാണ്. അപ്പോൾ ഓണമൊക്കെ അവിടെയാണ്, ചെറിയ പ്രായത്തിലൊക്കെ. അപ്പോൾ അന്നാണെങ്കിൽ ഉച്ചയ്ക്കുള്ള സദ്യവട്ടങ്ങൾ എല്ലാവരും ഇട്ട് ഊണ് കഴിക്കുന്നുള്ളതല്ലാതെ ഓണക്കോടി എന്നുള്ളതൊന്നും എൻ്റെ ബാല്യത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് പൊതുവിൽ ആർഭാടം കുറവല്ലേ, ഇത്രയും എന്താ ഫൈനാൻഷ്യലി നമ്മൾ ഇത്രയും റിച്ചായിരുന്ന കാലമല്ലല്ലോ 50 വർഷം മുമ്പുള്ള കേരളം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള അത്രയും ആഘോഷങ്ങൾ ഓണത്തിന് തെക്കോട്ടില്ല. എന്നിരുന്നാൽ പോലും എൻ്റെ നല്ല ഓർമ്മകളെന്ന്
പരിസരത്തുള്ള സമപ്രായക്കാരായിട്ടുള്ളതും കുറച്ച് മുതിർന്നവരായിട്ടുള്ള കുട്ടികളുമായിട്ട് അവിടെ ഒരു ഇല്ലപ്പറമ്പിൽ ഊഞ്ഞാലാടുക, അടിച്ചിട്ട് ഓട്ടോന്നൊക്കെ പറഞ്ഞ കളിയൊക്കെ കളിക്കുക, സാറ്റ് കളി, ഇതൊക്കെ ആണ് ഓർമ്മയിലുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, ആ പാട്ട് കേട്ടാലേ എനിക്ക് ഓണം വരുള്ളായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നു. അത് എല്ലായ്പ്പോഴും കേൾക്കുമായിരുന്നല്ലോ. ഇപ്പൊ അതിന്റെ സ്ഥാനത്ത് മറ്റു പല പാട്ടുകളും വന്നു. എല്ലാം ഹൃദ്യമായത് തന്നെ. എന്നിരുന്നാൽ പോലും നമ്മളെ നൊസ്റ്റാൾജിയ അതാണ് ഇപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ചില ഓണ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. കൈയടി അടിക്കാൻ സമയമായോ? അല്ല, ഈ പറഞ്ഞ പോലെ ബിജു സാറ് അദ്ദേഹം ഇങ്ങനെ രൂപപ്പെട്ട് ഇത്രയും പ്രൊഫഷണൽ ലെവലിലേക്ക് അദ്ദേഹം എത്തി. ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള സംവിധാനങ്ങൾ വരെ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടെന്നുള്ളത് നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വെരി ഗുഡ്. അല്ല, അതൊക്കെ എന്താ പറയാ, ഈ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണല്ലോ ഇത്. ഇതിനകത്ത് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും പാട്ട് പാടണം, സന്തോഷിക്കണം എന്നുള്ളതാണ്. സാറേ, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവര് ഉച്ച കഴിഞ്ഞിട്ടൊക്കെയുള്ള സമയം ഇവർ ആവശ്യപ്പെടും. അപ്പോൾ അവിടെ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു 4:30-5 മണിക്കൊക്കെ ഇവർക്ക് തുറന്നു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ എത്ര നേരം വേണമെങ്കിലും പാടിക്കൊണ്ടിരിക്കും, വെളുപ്പാക്കാലം വരെ വേണം പാടിക്കൊണ്ടിരിക്കും. പക്ഷെ നാട്ടുകാരെന്ത് പറയുന്നുള്ള ചിന്തയിലാണ് ഒരു 10 മണിക്കൊക്കെ ഇവർ വൈൻഡപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നത്. പിന്നെ ചന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ചന്ദ്രന് ഏറ്റവും ഇഷ്ടം അമേച്ചർ സിംഗേഴ്സിനെയാണ്. അങ്ങനെ ചന്ദ്രൻ പലരെയും കണ്ടെത്തിയിട്ട് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊരു വലിയ കാര്യമാണ്. നമ്മുടെ സാബുവിനെ പോലുള്ള ആൾക്കാർ, വൈക്കം തലവപ്പുറത്തിലുള്ള സാബുവിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കുറേ പ്രോഗ്രാംസ് അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി അല്ലേ? അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ പലരെയും രാജൻ കണ്ടെത്തിയിരുന്നു. നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഈ ഇതിലൊക്കെ വന്നത് അല്ലേ ചന്ദ്രന്റെ കണ്ടെത്തലാണ്. മികച്ച ഗായികയാണ് അയാള്. പിന്നെ വായക്കുള്ള ഗംഭീരം പാട്ടുകാരാണ് എല്ലാവരും. പിന്നെ പ്രൊഫഷണലി വേറെ മേഖലകളിലേക്കൊക്കെ പോയിട്ട് മായൊക്കെ വർക്കിംഗ് ആണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ അംബീഷ്യസ് ആയിരിക്കണം. മസ്റ്റ് ബി അംബീഷ്യസ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പ്രൊഫഷൻ ഉണ്ടാവും, കുടുംബം ഉണ്ടാവും, പാട്ട് പാടണം എന്നുള്ളതൊരു മോഹം. ഇങ്ങനെ ഇപ്പോൾ മനോജൊക്കെ കൂടെ ഉള്ളവർ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോത്സാഹനം കിട്ടും. സോളാറിന്റെ പുറകെ പോയില്ലെങ്കിൽ പിന്നെ മായയുടെ പുറകെ ഉണ്ടാവും. അപ്പൊ എന്തായാലും രാജേട്ടനൊക്കെ ഞാൻ സ്റ്റേജിൽ പാടുന്നതാണ് അദ്ദേഹത്തെ നമ്മുടെ അമ്പലത്തിൽ. എൻ്റെ അടുത്ത് പഠിച്ചിരുന്ന അഭിരാമിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും മികച്ച ഗായകരാണ്. എന്തായാലും മായയുടെ അമ്മയുണ്ട്. മറ്റേത് അമ്മയാണോ? നമസ്കാരം. നമ്മളധികം കണ്ടിട്ടില്ല. മോളെ കല്യാണത്തിന് എനിക്ക് എത്താൻ പറ്റിയില്ല. രാജു ഒരു മെസ്സേജ് കിട്ടുന്നു. അപ്പോൾ എന്തായാലും സന്തോഷം. ഞാൻ വീട്ടിൽ കുറച്ച് നേരമായി. എന്തായാലും എന്നെ പോകാനും കൂടെ അനുവദിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. സാറിൻ്റെ കൂടെ സംസാരം കിട്ടിയിട്ട് ഞാൻ പോവാം. ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം ഓണാശംസകൾ. നിങ്ങളുടെ ഈ കൂട്ടായ്മ വളർന്ന് വലുതാകട്ടെ. ഈ പറഞ്ഞ ഒരു സ്നേഹ കൺവേ ചെയ്യുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആത്മാർത്ഥമായി. താങ്ക് യു. ഓണത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചു. ഒരുപാട് നന്ദി. യോഗം ഇത് നമ്മൾ ശരിക്കും ഞാൻ തുടക്കം പറഞ്ഞത് ഒരു യോഗത്തിൻ്റെ ഔപചാരികതയൊന്നും ഇല്ലാതെ കൂടെ തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ തുടങ്ങിയപ്പോൾ ശരിക്കും ഒരു യോഗത്തിൻ്റെ ഒരു സംവിധാനമായി മാറി. അതാണ് സംഭവിച്ചത്. എന്തായാലും ഗണേഷിക്ക് ഒരുപാട് നന്ദി. ഡൈസ് കറക്റ്റ് അതാ വന്നു. എന്തായാലും ഒരു യോഗത്തിൻ്റെ എല്ലാം വന്നു. എന്തായാലും അടുത്ത ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചന്ദ്രൻ സാറിന് വേദിയിലിരിക്കുന്ന ഗണേഷ് കുമാർ, അതുപോലെ മറ്റ് അതിഥികൾ, സ്റ്റേജിലിരിക്കുന്നതുമായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം സംഗീതത്തിന് നേരിട്ട് ഇതിൽ ബന്ധമില്ല. കാരണം വെച്ചാൽ എന്നാൽ എനിക്ക് സംഗീതം, ഞാൻ ധാരാളം സിനിമകൾ കണ്ടിട്ട് ഗണേഷ് കുമാറിൻ്റെ ഇഷ്ടംപോലെ പാട്ട് കേട്ടിട്ടുണ്ട്.
പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമായി. സ്വയം എനിക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതിനു മുമ്പ് എൻ്റെ വിഷയമൊക്കെ മാറിപ്പോയി. ഈ സംഗീതമൊക്കെ വിട്ട് ഞാൻ എഴുതുമായിരുന്നു ചെറുപ്പത്തിൽ, ചിലതൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടൊക്കെ ഉള്ളതായിട്ടില്ല. പക്ഷേ പിന്നീട് വിട്ടുപോയി. നാടകഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ചില ഒരു ട്രൂപ്പിലേക്ക്. പക്ഷേ എൻ്റെ സബ്ജക്റ്റ് പിന്നെ എനിക്ക് പിടിച്ചു വെച്ചു. മാത്തമാറ്റിക്സിലേക്ക് പോയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും കഴിയാതെയായി. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിലാണെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ഇന്ന് വലിയ സന്തോഷമുണ്ട്. കാരണം അത് വലിയ സന്തോഷമുണ്ട്. അധ്യാപകനായതിന് തന്നെ ഇപ്പോൾ ഗണേഷ് കുമാറിനെ പറ്റി ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞു. ഇതുപോലെ എവിടെ ചെന്നാലും ആരെങ്കിലും അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ശരി, ഇവിടെ ഈ കൂടിയിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു കുറേ ആളുകളുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ആത്മാവ് ഒന്നാണ് സംഗീതം. അപ്പം അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരിക്കലും ഒരു കോട്ടങ്ങളും ഉണ്ടാവില്ല. കാരണം ആത്മാവ് എല്ലാവർക്കും ഒന്നാണ്. വ്യത്യസ്തമായി നമ്മൾ ആത്മാവ് ശരി സ്റ്റേണാണെങ്കിൽ എല്ലാ കാര്യവും നടക്കുന്ന നമ്മുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വേദിയിൽ ഇങ്ങനെ ആകസ്മികമായിട്ടാണ് ഞാൻ ചന്ദ്രൻ സാറിനെ പരിചയപ്പെട്ടത്. പിന്നെ അതിലൂടെ എല്ലാവരും പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ വരാൻ കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി വിദഗ്ധമായ പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകളോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചന്ദ്രസാറിന് ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയ പരിപാടിയിൽ സാറ് പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ചതിന്, അടുത്തായി ആശംസ പറയുന്നതിന് വേണ്ടി നമ്മുടെ മായാജിയെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ചന്ദ്രൻ സാർ, ഗണേഷ്, ബിജു സാർ, എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ സംസാരിച്ചൊന്നും എനിക്ക് ശീലമില്ല, പാടി മാത്രമേ പരിചയമുള്ളൂ. ശരിക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് ചന്ദ്രൻജി പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ആദ്യം എനിക്ക് അങ്ങനെ ഒരുപാട് ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, വരാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇടയ്ക്ക് പാട്ടുകൾ അയച്ചു തരും. ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചന്ദ്രൻജി അയച്ചു തരും. അതുപോലെ ഇവർ കൂടുന്ന ഓരോ ഡേറ്റുകൾ ഇതൊക്കെ പറയും. പക്ഷേ എനിക്കൊന്നും വരാൻ പറ്റിയിരുന്നില്ല 2-3 പ്രാവശ്യമൊക്കെ. പക്ഷേ ഇതുപോലെ ജെനിയിൽ ഒരു തവണ ഇതുപോലെ കൂടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വന്നത്. ശരിക്കും എന്താ പറയുക, പിന്നെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ ആ ഒരു പാട്ടിലങ്ങനെ പാടിക്കൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, അടുത്ത പ്രാവശ്യം എന്നാണെന്നുള്ള ഒരു ആകാംക്ഷയായി. അടുത്ത ഡേറ്റ് എന്നാന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു ആകാംക്ഷയായി പോയി ശരിക്കും. പ്രത്യേകിച്ച് ജെനിയിലൊരു പ്രത്യേക ഒരു നമുക്ക് അവിടെ പാടുമ്പോൾ എനിക്കറിയില്ല, ഒരു പ്രത്യേക ഒരു സുഖമായിട്ട് അവിടെ അങ്ങനെ നമ്മളുടെ ആ ഒരു ഇതിൽ പാടുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ അത് അങ്ങനെ എന്താ പറയുക, ശരിക്കും ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നതും. അതുവഴി എനിക്ക് തന്നെ കുറേ പാട്ടുകൾ പഠിക്കാനും, നമ്മൾ ഇങ്ങനെ ജോലി അങ്ങനെ തിരക്കൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചൊക്കെ പാട്ടുകൾ പ്രൊഫഷണലി പാടിയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ഗാനമേളയ്ക്കൊന്നും പോകാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല. സമയത്തിൻ്റെ അതനുസരിച്ച് എനിക്ക് പോകാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പഠിച്ചു. നമുക്ക് തന്നെ നമ്മളെ കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോ അഭിപ്രായങ്ങൾ, ജെന്യുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടും. എന്തൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ടെന്ന് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഇവിടെ കൂട്ടായ്മയായിട്ട് നടത്തുന്ന കാര്യം ചന്ദ്രൻജി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ആകാംക്ഷയായിരുന്നു. ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, ഇനിയിപ്പോൾ പാടി എല്ലാവരും അതൊക്കെ ആസ്വദിച്ച് നമുക്ക് നല്ല വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി മായാജി. ഇപ്പം ഞാൻ ഗണേഷ്ജി ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുവാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവർക്കും ഞങ്ങളൊരു ഓണസദ്യ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഓണസദ്യയിലും കൂടി പങ്കെടുക്കണം എന്നാണ് ഒരു അഭ്യർത്ഥന ഞങ്ങളെ വയ്ക്കുന്നത്. ഇപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പോൾ പ്രോഗ്രാം ഉണ്ടായിരിക്കും, വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് നമ്മൾ പോകും. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം അതാണ്. അടുത്തായി ആശംസ അർപ്പിക്കാനായിട്ട് ആരെങ്കിലും മതിച്ചേക്കാം? ആരെങ്കിലും ആശംസ അർപ്പിക്കാനുണ്ടോ?
രാജീവിനെ ആശംസ അർപ്പിക്കുന്ന അതോടൊപ്പം നന്ദി പ്രകാശനത്തിന് വേണ്ടി രാജീവിനെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലിരിക്കുന്ന ചന്ദ്ര സാർ, ഗണേഷ്, അടുത്ത സുഹൃത്ത് ബിജു സാർ, മായ, ഇതിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രാജൻ ഇതിൻ്റെ നമ്മളുടെ ഈ കൂട്ടായ്മയുടെ തുടക്കം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ചേർക്കാം. നമ്മൾ ഏറ്റവും അധികം നന്ദി പറയുന്നത് അന്ന് വന്നൊരു കോവിഡിനും കൂടിയാണ്. അന്ന് നമുക്ക് വന്നൊരു കോവിഡ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് വലിയൊരു റീസണായി മാറിയിരുന്നതാണ്. കാരണം ഞാൻ അന്ന് ബാങ്കിൻ്റെ കൊല്ലം ബ്രാഞ്ച് മാനേജറാണ്. ടെൻഷൻ്റെ ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന സമയം. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് വളരെ യാദൃച്ഛികമായിട്ട് എനിക്ക് തൃപ്പൂണിത്തുറ, ഏറ്റവും അടുത്തുള്ള തൃപ്പൂണിത്തുറ ബ്രാഞ്ചിൽ എനിക്ക് 45 ദിവസം പെറ്റീഷൻ. യാത്രയൊന്നും അന്ന് പോസിബിൾ അല്ല. പോയാൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും പിടിച്ചു നിർത്തും. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റത്തെ റെസ്ട്രിക്ഷൻസ് ഉള്ള സമയം. ആ സമയം അപ്പോൾ ഞങ്ങളുടെ 3rd ഫ്ലോർ ലേഖ അപ്പാർട്ട്മെൻറ്റ്സിൽ, ചന്ദ്രൻ 4th. അങ്ങനെയാണ് നമ്മൾ രാത്രി അവിടെ ആകുമ്പോൾ ലേഖ അപ്പാർട്ട്മെൻറ്റ്സിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് രാത്രികളെ വിരസമാക്കുകയാണ്. പകൽ തന്നെ വിരസമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മുകളിലേക്ക് കുറച്ച് പാടി തുടങ്ങാം എന്ന രീതിയിൽ ഞാൻ അന്ന് ഞങ്ങളുടെ ഒരു ചെറിയ മൈക്കാണ്, ആ മൈക്കിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ സ്പീക്കർ, കുട്ടികളുടെ ടോയ് മൈക്രോഫോൺ, അത് വെച്ചിട്ടാണ് ഞാനും ചന്ദ്രനും അന്നത്തെ ഹരിയേട്ടനുണ്ട്, അവരൊക്കെ കേൾവിക്കാരാണ്, ഞങ്ങൾ ജസ്റ്റ് തുടങ്ങി. അപ്പോൾ രാത്രിയുടെ ഈ ശ്യാം, അന്നൊരു ശ്യാമുണ്ട്, നല്ലൊരു ഗായകനാണ് ശ്യാം. അതായത് ഞങ്ങൾ ഗായക ദമ്പതികൾ എന്ന് വിളിക്കുന്ന ആൾക്കാർ അറിയായിരിക്കും ശ്യാമിനെ. അതായത് കഥകളിപ്പദം നന്നായി പാടുന്ന ശ്യാം. അപ്പോൾ ശ്യാമിനെ വാസം പറഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടിയില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ശ്യാമിനെ വരുത്തിയെന്ന്. ഞങ്ങൾ ഈ 3 പേരും കൂടെ ചെറുതായിട്ട് മൂളി തുടങ്ങുന്ന സമയത്താണ് ചന്ദ്രൻ രാജനെ കണ്ടെത്തുന്നത്. രാജനെ വേറെ ഏതൊരു വേദിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാജൻ. അങ്ങനെ രാജനും കൂടെ വന്നു. അപ്പോൾ രാജനും വിരസതയുടെ ദിവസങ്ങളാണ്. ഓഫീസിൽ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം എന്ത്, ഇപ്പം ഞങ്ങളെല്ലാവരും മാസ്ക് ഇടും. അതുകൂടാതെ ഇതിങ്ങനെ മൂടി പിടിക്കാനായിട്ട് തുവാല ഇങ്ങനെ പിടിക്കും. കാരണം ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫറബിൾ കണ്ടീജിയസ് ഡിസീസ് ആണല്ലോ. എന്നാൽ പോലും ഞങ്ങൾ ഡിസ്റ്റൻസ് ഒക്കെ 100 മീറ്റർ അകലത്തിൽ ഞങ്ങൾക്ക് നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ പാടി അത് ഞങ്ങളൊരു തുടർച്ചയായി 12 മണി വരെ. പിന്നെ അവസാനം അവിടെ ഇരിക്കുന്നവർക്ക് ശല്യമായി തുടങ്ങി. ആ രീതി വരെ ഞങ്ങൾ പാടിത്തുപോയി. ഒരുപക്ഷെ അതായിരിക്കാം നമ്മുടെ ആദ്യത്തെ തുടക്കം. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ പാടി തുടങ്ങിയത്. അത് നല്ല കാര്യം. ഇപ്പം നമ്മൾ വളരെ ഒരു സ്ട്രെങ്തൻ ചെയ്ത് സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള രീതിയിലാണ് പതുക്കെ നമ്മളൊന്നും അഗ്രസീവായില്ല. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് വേദികൾ കിട്ടുകയും ചെയ്യും. ഞങ്ങൾ ലാൻഡ് റോഡിൽ 1-2 പ്രോഗ്രാംസ് അവതരിപ്പിച്ചു. അർജുനൻ മാഷ്, പിന്നെ നമ്മൾ എടപ്പള്ളിയിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. ഇതൊന്നും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നില്ല, അങ്ങനെ സാഹചര്യം ഒത്തുവരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം മുഴുവൻ ബ്യൂട്ടിഫുള്ളായി ആങ്കർ ചെയ്ത ആളാണ് അതുകൂടെ ഇരിക്കുന്നത്. വളരെ പ്രത്യേകം അതൊരു റിസർച്ച് നടത്തി ഓരോ പാട്ടിനെ പറ്റിയും ഇത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പം അങ്ങനെ തുടങ്ങി പിന്നീടാണ് ഇരിക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു അസൗകര്യം. അപ്പം നമുക്കിനി മറ്റൊരു സ്ഥലം, ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണമെന്ന് തോന്നിയ സമയത്താണ് ഗണേഷുമായിട്ടുള്ള ചന്ദ്രൻ്റെ പരിചയം വരുന്നത്. നമുക്ക് ജനിയിൽ അങ്ങനെ ഒരു നല്ല സാഹചര്യം. ജനിയിൽ പാടുമ്പോൾ ഞാനിപ്പോഴും പറയും ഏറ്റവും സുഖമായിട്ട് പാടാൻ. ഈവൻ സൗണ്ട് പ്രൂഫ് അല്ലെങ്കിൽ പോലും അവിടുത്തെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണത്. ആ ആംബിയൻസിൽ പാടുമ്പോൾ നല്ല ഫീഡ്ബാക്കാണ്. ഒരു പക്ഷേ ആ സ്ട്രക്ചറൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിരിക്കണം നമുക്ക് എത്ര ഭംഗിയായിട്ട് അവിടെ പാടാൻ പറ്റിയത്. ഓരോ ജനുവിലെ പരിപാടിയും ഞങ്ങൾ ഓരോന്നും ആസ്വദിക്കുന്നതാണ്. പലപ്പോഴും വയ്യാണ്ടാവുമ്പോൾ മാത്രം പലപ്പോഴും ഞാൻ പകുതി വെച്ച് പോകാറുണ്ട്. പിന്നെ തൃശ്ശൂരായ കാരണം എൻ്റെ ഒരു ഷെഡ്യൂളുണ്ട്. 9-9 ആകുമ്പോൾ ഞാൻ ചാടും. ചന്ദ്രൻ 10-10 കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് അറിയാം എത്ര തവണയാണ്. ഇപ്പം ഭ്രാന്തന്മാരെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൈയടിച്ച ഒരാളുണ്ട്, എൻ്റെ മിസ്സസ്. കാരണം എപ്പോഴും പറയും നിങ്ങൾ ഭ്രാന്തന്മാരുടെ ഒരു കൂട്ടം തന്നെയാണത്. അത് സംഗീതത്തിൻ്റെ ഭ്രാന്ത് തന്നെയാണ്. സംഗീതം ഒരു ഭ്രാന്താണല്ലോ. സംഗീതം ഭ്രാന്തായവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? ഗണേഷ് അങ്ങനെയായിരുന്നില്ല, സംഗീതത്തിലൊരു ഭ്രാന്തനായിരുന്നു. എനിക്ക് പിന്നെ പറയുകയാണെങ്കിൽ മായാജിയായിട്ടാണ് എൻ്റെ സംഗീതം ആദ്യം തുടങ്ങുന്നത്. ഞാൻ ഏകദേശം 6ാം ക്ലാസ് പഠിക്കുമ്പോൾ പോലെ ചെറുതായി പാടി തുടങ്ങിയിരുന്നു. സംഗീതമായ പാരമ്പര്യമൊന്നും എനിക്കില്ല, ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുമില്ല. പക്ഷേ നമ്മളിങ്ങനെ മൂളിപ്പാട്ടുകൾ പാടി സ്കൂളിലെ യുവജനോത്സവത്തിൽ പാടുക, അങ്ങനെ പാടി വരുമ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരെയും ഗുരു ഗോകുലാലം മാഷാണ്. പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ? നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ് ഗോകുലാലം മാഷാണ്. എന്നെയൊക്കെ ആദ്യമായിട്ട് വേദിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത്. രാജീവ് പാടണം,
അന്ന് ഫുൾ ഓർക്കസ്ട്രയാണ്, 3 ബേസ് വയലിൻ. അന്നൊക്കെ ഒരു റിച്ചാണ്. പാടുക എന്ന് പറഞ്ഞാൽ കൈ വിറയ്ക്കുന്ന ഒരു പാട്ടിലേക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ വിറയ്ക്കുന്ന ഒരു സമയമാണ്. പാടാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് ഗോകുലാനം മാഷാണ്. അത് 1940-കളിൽ സംഗീതത്തിൽ സിനിമയിൽ ധാരാളം പാടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട് വരും പി ജയചന്ദ്രൻ. പിന്നെ ജയേട്ടനെ വിളിച്ചു. ജയേട്ടൻ ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ജയേട്ടൻ പഠിപ്പിച്ച ഏത് പാട്ട് എവിടെ വരും? എന്നിട്ടും ഓമലം വന്നില്ലല്ലോ എന്നടുത്തെന്നടുത്തിരുന്നില്ലല്ലോ. പിന്നെ ദ്വാപര. ഇതൊക്കെ അദ്ദേഹം റെക്കോർഡിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പേട്ടനെ കാണാൻ കിട്ടും. അപ്പേട്ടനെ വിളിക്കും. അപ്പേട്ടനെ കാണാൻ വരുന്ന സമയത്ത് ഞങ്ങളെയും കൂടെ കിട്ടും. അപ്പം അപ്പേട്ടൻ പിടിച്ചുകൊണ്ടുവന്ന് ജയ ഒന്ന് പഠിപ്പിക്കും പിള്ളേരെ. അങ്ങനെ ആ ഒരു ഭാഗ്യം കൂടി എനിക്ക് അതുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം അവസാനം അദ്ദേഹത്തിൻ്റെ അന്ത്യകാലങ്ങളിൽ എനിക്ക് അദ്ദേഹമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം എനിക്ക് നിലനിർത്തുവാൻ സാധിച്ചു. കാരണം ഞാൻ വർക്ക് ചെയ്തത് പൂങ്കുന്ന കോർപ്പറേറ്റ് ഓഫീസറാണ്. എൻ്റെ തൊട്ടടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. വളരെ ആദർശമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. അതിനുശേഷം ആ ബന്ധം അദ്ദേഹം റിന്യൂ ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. പല വേദികളിലും ഇറങ്ങി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വേദികളിൽ പ്രോഗ്രാം കാണാനായിട്ട് ഞാൻ പുറത്തു വന്ന് നിൽക്കുന്നു. അപ്പോൾ താനെന്താണോ എവിടെയെന്ന് ചോദിക്കും. അത് മതിയല്ലോ, നമുക്ക് അതിൽ കൂടുതലൊരു അംഗീകാരം വേണ്ട. അദ്ദേഹത്തിന് മുമ്പിൽ പാടാൻ എനിക്ക് അവസരം തന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ നെഞ്ചത്തോട്ട് പിടിച്ചു. അതിൻ്റെയൊക്കെ സ്നാപ്പ് ചെയ്യാനൊക്കെ വലിയ ജീവിതത്തിൽ നിധിയായിട്ട് ഞാൻ അതിനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഗണേഷിനൊക്കെ അത് മനസ്സിലാവുമെന്നില്ല. ഗണേഷിനൊക്കെ ആരാധിക്കുന്ന എത്രയോ പേരുണ്ടാവും. അവരൊക്കെ ഈ ആരാധിക്കുന്ന ആൾക്കാരെ നമ്മൾ പിന്നീട് കാണുമ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ വല്ല ധന്യമായിരുന്നു മുഹൂർത്തമാണ്. അങ്ങനെ ജയേട്ടനുമായിട്ട് അന്ത്യകാലം അദ്ദേഹം മരിക്കുന്ന സമയത്ത് രാത്രി 1 മണി വരെ, അത് ഈ തിരക്കും ആരവും എല്ലാം കഴിയുമ്പോൾ ബോഡി മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും അവസാനമായപ്പോൾ ജയേട്ടന് എന്നെ കണ്ടാൽ തിരിച്ചറിഞ്ഞ രാജീവ് എന്താണോ എന്ന് ചോദിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചു. ഞാൻ അദ്ദേഹത്തിനെ കൂടെ കാണുന്നതിൻ്റെയും അദ്ദേഹത്തിന് എന്നോടുള്ളൊരു സ്നേഹം കൊടുക്കും. ഒരുപക്ഷെ ഞാൻ ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിനുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് അങ്ങനെയും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇഫക്റ്റായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് അത് ഞാൻ മായാജിയായിട്ട് തുടക്കം ഞാൻ ഇഷ്ടമായി. ഞങ്ങൾ 100 വേദികളിൽ കൂടുതൽ ഞങ്ങൾ പാടിയിട്ടുണ്ട്. മായയുടെ അച്ഛനാണ് സംഗീതത്തിന് മറ്റൊരു ഭ്രാന്തൻ. അദ്ദേഹം പാടുമോ എന്നുള്ള എനിക്കറിയില്ല. എവിടെയും ഈ കൊച്ചു മായയും പിടിച്ചുകൊണ്ട് ഏത് പാതിരിക്കും എവിടെയും വരും, ഒരു മുഷിച്ചിലും കൂടാതെ മുഴുവൻ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ 2 മണി 3 മണിക്കൊക്കെ തട്ടുകടയിൽ നിന്ന് പൊറോട്ടയൊക്കെ കഴിച്ച് 4 മണി. ഞാൻ പിന്നെ അപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയം കൂടെയാണ്. എനിക്കത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് ഡ്യൂട്ടിക്ക് കയറണം. ഇങ്ങനെ ഉറക്കൊളിച്ച് ആരോഗ്യമെല്ലാം കളഞ്ഞ് ശ്വാസം മുട്ട് എല്ലാം ഒരു ഇതിൽ കഴിഞ്ഞാൽ മുകളിലേക്ക് പാടാനേ പറ്റാണ്ടായി. കാരണം തൊണ്ടയിൽ ഇൻഫെക്ഷൻ, ശ്വാസം മുട്ട്, അങ്ങനെ ത്യാഗങ്ങൾ അനുഭവിച്ചാണ് പാടി വന്നത്. അതിനുശേഷം കുറേശ്ശെ പ്രൊഫഷണൽ രംഗത്തേക്ക് ഞാൻ വരാൻ തുടങ്ങി. അതായത് കാശ് കൊടുത്താൽ മാത്രമേ രാജീവ് പാടാൻ വരുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി. അവിടെയാണല്ലോ പ്രൊഫഷണൽ എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങുന്നത്. ദിസ് ബിക്കംസ് യുവർ പ്രൊഫഷൻ. അതാണ്. അങ്ങനെയാണ് എനിക്ക് ഗണേഷിയായിട്ട് നമ്മളിവിടെയൊക്കെ പാടിയിട്ടുണ്ട്. ഈ സ്കൂളിലൊക്കെ നമ്മൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. ഞാൻ അറ്റത്തൊരു സ്കൂളില്ലേ, ആ സ്കൂൾ ഇപ്പോൾ ഉണ്ടോ? പള്ളി സ്കൂൾ എന്നാണ് പറയുന്നത്. ഇവിടെയാണ്. ഞങ്ങൾ രാത്രി 3 മണിക്ക് 4 മണിക്കൊക്കെ അന്ന് ഗണേഷ് ഇങ്ങനെ ഉയർന്നു വരുന്ന കലാകാരനാണ്. ചലച്ചിത്ര രംഗത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും പൊതുരംഗത്ത്, ഗാനമേള രംഗത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും യുവത്വത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഗാനങ്ങൾ ഈ അന്ന് പറയുന്ന പോലെ ഗണേഷിൻ്റെ പാട്ടുകൾ പെർഫെക്റ്റ് ആയിരിക്കും. എൻ്റെ ഓർമ്മ അന്ന് മറ്റേ ഒരു ചെങ്കോലിലെ പാട്ട് ഇപ്പോഴും ഗണേഷ്, അതേതാ പാട്ട്? മധുരം ജീവാമൃതം. അതൊക്കെയാണ് ഗണേഷ് പാടുന്നത്. എനിക്ക് ഇപ്പോഴും പെർഫെക്റ്റ്. അന്ന് നമ്മുടെ ഓർക്കസ്ട്രേഷൻ പറയും ഗണേഷിൻ്റെ പാട്ടിൻ്റെ പെർഫെക്ഷനെ പറ്റി. അതൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഗണേഷിനെ ഇപ്പോൾ തിരിച്ചറിയുമെന്നറിയില്ല. അത്രയും ചെറുപ്പത്തിന് 30 വർഷത്തിന് മുമ്പെങ്കിലും ആയിരിക്കണം മിനിമം ആയും പറയുന്നത്. അപ്പോൾ ഗണേഷിൻ്റെ പാട്ടുകൾ ഒരുപാട്, ഗണേഷുമായിട്ട് എനിക്ക് തോന്നുന്നു 10-25 വേദികളിൽ നിങ്ങൾ പ്രൊഫഷണൽ വേദികളിൽ തന്നെ ഞങ്ങൾക്ക് പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ തുടർന്ന് നമ്മളിപ്പോൾ നല്ലൊരു എൻ്റെ ഏറ്റവും വലിയൊരു പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാനിന്നിവിടെ വന്ന് നിൽക്കുന്നത് തന്നെ ദൈവഭാഗ്യമാണ്. ഒരുപക്ഷെ ചന്ദ്രൻ്റെയും എൻ്റെയും എല്ലാം ഒരു പ്രാർത്ഥനയാണ്. കാരണം നിങ്ങൾക്കറിയാം, ഹരിപ്രിയയുടെ മിസ്സിൻ്റെ കസിൻ വളരെ ക്രൈസിസിൽ ഇപ്പോഴും മെഡിക്കൽ ട്രസ്റ്റിൽ ആളിങ്ങനെ ജീവിതവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് വരില്ല. കാരണം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുന്നു. ഡോക്ടേഴ്സ് എല്ലാവരും അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഹരിപ്രിയ ഫുൾ ഡേ നൈറ്റ് ഉറക്കോളിച്ചിട്ടാണ് ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ട് വന്നതാണ്, ഒന്ന് റിഫ്രഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചന്ദ്രനെ വിളിച്ചു പറഞ്ഞു, നാളത്തെ കാര്യം ഈശ്വരഭാഗ്യം, ഞാൻ പ്രാർത്ഥിക്കുന്നു. ചന്ദ്രൻ പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ ശുഭമായ ചില ന്യൂസുകൾ കിട്ടി, ആൾക്ക് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്. പക്ഷെ അതൊന്നും ശുഭോദർക്കമല്ല എങ്കിൽ പോലും
ഇന്ന് ഞങ്ങൾക്ക് വരാനായിട്ടുള്ള ഒരു റീസണായി അത് മാറും. രാവിലത്തെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് വരാൻ പറ്റില്ല. വല്യമ്മയുടെ മോനാണ്, 43 വയസ്സേ ഉള്ളൂ. ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ദൈവം ഞങ്ങളെ അതിലൂടെ ഇതിലൂടെ, അല്ലെങ്കിൽ ഞാൻ ചന്ദ്രനടുത്തൂടെ ആദ്യം നമ്മൾ 10 പേരുള്ളൂ, ഞാനൊരാൾ വന്നാൽ പിന്നെ 9 പേരേ ഉള്ളൂ. അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഹരിപ്രിയ ആഗ്രഹിച്ചിരുന്നു നമുക്ക് ഈ കൂട്ടായ്മ ഭംഗിയായിട്ട് നടത്തണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധിച്ചു. അതിൽ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഓരോരുത്തരെയും സാറിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ട. സാറ് പാഷൻ ഇന്ന് മാത്രമല്ല, സാർ നല്ലൊരു ഗായകനാണ്. ഗണേഷ് പറ്റും സാറിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എനിക്ക് സാറിൻ്റെ പാട്ടോട്ട് കേട്ടിട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് ഉഗ്രൻ ഗായിക പറയാനില്ല. ചന്ദ്ര സാറിനെ എന്നാണ് പരിചയപ്പെടുത്താൻ സാധിച്ചത്. സാറിൻ്റെ ആ ഹോസ്പിറ്റാലിറ്റി വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിന് എനിക്കും ഒരു സന്തോഷമുള്ള മറ്റൊരു നിമിഷം കൂടി ഉണ്ട്. ഞാനിപ്പോൾ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിൽ എന്നെ ബാങ്ക് തിരിച്ചെടുത്തു ഓഡിറ്ററായിട്ട്. ഞാനിപ്പോൾ രണ്ടാമത് റീജോയിൻ ചെയ്തു സെപ്റ്റംബർ 15-ാം തീയതി. അതും കൂടി എനിക്ക് ഈ ഓണം തന്നൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കെടുക്കുന്നു. ഞാൻ ഫുൾ ഫ്ലെഡ്ജായിട്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കട്ട് ഷോട്ട് ചെയ്തെന്ന് വെച്ചാൽ കസിൻ്റെ ഒരു അസുഖം കാരണം ഞാൻ ഒന്ന് ബ്രേക്ക് എടുത്തതാണ്. ഇപ്പം രണ്ടാമത് ബുധനാഴ്ച മുതൽ ഞാൻ ഫുൾ ഫ്ലെഡ്ജ് രണ്ടാമത് പോവാണ്. എങ്കിൽ പോലും സംഗീതത്തിന് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഒരു പാഷൻ. പാടാവുന്നിടത്തോളം പാടിക്കോട്ടെ. ഒരു 500-600 വേദികളിൽ പാടിയിട്ടുണ്ടെങ്കിലും നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു പെർഫെക്റ്റ് സിംഗർ അല്ല എന്നുള്ളത് എപ്പോഴും പറയുന്ന ഒരേ ഒരാൾ ചന്ദ്രനാണ്. പിന്നെ അന്ന് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്ന സ്ഥിരം ചില പാട്ടുകളുണ്ട്. അത് രണ്ടാമത് ഇനി പാടിയാൽ തല്ലുമെന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം മുകളിലിരുന്നിട്ട് ഞങ്ങൾ സ്ഥിരം പാറ്റേൺ ഓഫ് സോങ്സ് ആണ്. കാരണം പാടി ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഇളവന്നൂർ മഠത്തിൽ ഞാൻ അന്ന് പാടി, എൻ്റെ വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. പാടി ഇനി പോവാണ് മുകളിലേക്ക്. അതെ, ഇളവന്നൂർ പാടുന്നുണ്ടോ എങ്കിൽ ഞാൻ അവിടെ വരും. പാടി അത്ര കേട്ട് മടുത്ത കുറെ പാട്ടുകളുണ്ട്. എങ്കിൽ പോലും ഈ മടുപ്പിൽ നിന്നാണ് നല്ല സംഗീതം ഉണ്ടാകുന്നത് അല്ലേ? അങ്ങനെ സംഗീതം. പിന്നെ ഇന്നത്തെ ഇത് ബ്യൂട്ടിഫുൾ. പിന്നെ പറയാനത് ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അസാധ്യ ഗായകനാണ്. ഇദ്ദേഹത്തിനെ അമേച്ചോറെന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്തോ പണ്ട് മുതലേ പ്രൊഫഷണൽ ഗാനരംഗത്ത് വന്നിരുന്നെങ്കിൽ എവിടെ എത്തിയേണ്ട ആളാണ്. ഹാറ്റ്സ് ഓഫ്. ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക് അനലൈസ് സംഗീതത്തിൽ ഇതുപോലെ അനലൈസ് ചെയ്യുന്ന ആളാണ്. അത് ആര് പാടിക്കോട്ടെ, ജേട്ടനായിട്ട് യേശുദാസ് ആയിക്കോട്ടെ, രണ്ടാമത് പാടുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചന്ദ്രൻ്റെ തലയിൽ പെടുള്ളൂ. രാജീവ് നിങ്ങൾ പാടിയതൊക്കെ കൊള്ളാട്ടോ, സാധനം ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അതോടുകൂടെ നമ്മുടെ ഈഗോ അവിടെ തകർന്നു പോയി. ഈ മനുഷ്യൻ നമ്മുടെ ഈഗോ തകർക്കുന്ന ഒരു മനുഷ്യനാണ്. മധുസാറിനെ അറിയാം. മനോജ് ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പുറത്തിരിക്കുന്ന ഒരു പുലി, ഞങ്ങളുടെയൊക്കെ മുഴുവൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഒരു അസാധ്യ പുലിയാണ്. ചില പാട്ടുകളിട്ട് ഞാൻ തകർന്നു പോയിട്ടുണ്ട്. നല്ല രീതിയിലാട്ടോ പറഞ്ഞത്. പിന്നെ അപ്പുറത്തൊരു പിന്നണി ഗായികയായിരിക്കുന്നു. ഞാൻ എപ്പോഴും KS ചിത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ദീപ്തിയായിട്ട് കൺസിഡർ ചെയ്യുന്നു. അത് നല്ല ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ചന്ദ്രനോടാ പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് പരസ്യമായിട്ട് പറഞ്ഞതല്ല. ഞാൻ അത്രയധികം അംഗീകരിച്ച ആളാണ്. പിന്നെ മായാജിയുടെ അമ്മ അസലായി പാടും കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പാടി തന്നിട്ടുണ്ട്. ഹരിപ്രിയ നല്ലൊരു പാട്ടുകാരിയാണ്. പക്ഷേ എത്ര നിർബന്ധിച്ചാലും പാടില്ല. പണ്ട് സ്കൂളുകളിലും കോളേജിലും ധാരാളം പാടിയിട്ടുള്ള ആളാണ്. മീരയല്ലേ, മീര നല്ലൊരു ഗായികയാണെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ നന്നായ രീതിയിൽ. പിന്നെ ഓണത്തെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓണം എന്തൊക്കെയായാലും ഓണം എന്നുള്ളതിന് വലിയ അർത്ഥം ഞാൻ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. തിരുവോണം എന്നുള്ള വാക്കാണ് ഓണമായി മാറിയത്. എവിടെ ചെന്നാലും ഓണത്തിനൊന്ന് വീട്ടിൽ വരിക. ആ ഓണം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഒരു കൂട്ടായ്മ. പിന്നെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയാണ് നമ്മുടെ മഹാബലി. സമത്വം സ്വാതന്ത്ര്യം പറഞ്ഞപ്പോൾ അന്ന് തല്ലി കിട്ടിയ ആളാണ്. ഫ്യൂഡലിസ്റ്റുകളുടെ മുഴുവൻ തല്ലി കിട്ടി. ഇപ്പോഴും നമ്മൾ ആലോചിക്കും, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ എന്നാണ് പറഞ്ഞത്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നത് എപ്പോഴാണോ അപജയങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ഞാൻ അവതരിക്കുന്നു എന്ന് പറയാം. പക്ഷെ അത് ഓണത്തിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്രയും നല്ലൊരു ചക്രവർത്തിയെ തിരിച്ചയക്കാനായിട്ട് എന്തിനാണ് ഒരു അവതാരം വന്നത്? അവിടെ സമത്വം സ്വാതന്ത്ര്യം സഹോദരി എന്ന് പറയുന്ന ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവം മാർക്സിന് മുമ്പിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് മഹാബലി ഉണ്ടാക്കി. അതിനെ തച്ചമർത്താനായിട്ട് ഫ്യൂഡലിസ്റ്റുകളെല്ലാം കൂടെ ഒരുമിച്ച് ഭഗവാന്റെ പോയി കാല് പിടിച്ചു. അത് തന്നെയാണോ ഇതിൻ്റെ കഥ? അതും എനിക്ക് സംശയമുണ്ട്. കാരണം അവതാരങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ലാത്തതാണ് അല്ലേ? പക്ഷെ ഇതിൽ മാത്രം അതൊരു കോൺട്രവേഴ്സിയാണ്. ഇപ്പോഴും അതൊരു സബ്ജക്റ്റ് ഡിസ്കഷനാണ്. എന്തിനാണ് ബലിതമ്പുരാനെ ഇവിടുന്ന് അയച്ചത്? അവസാനം അദ്ദേഹം ഒരു ദിവസത്തേക്ക് വേണ്ടി ഒരു ദിവസം തരാം, എന്തുകൊണ്ടൊരു 365 ദിവസം അദ്ദേഹത്തിന് കൊടുത്തുകൂടാ? അങ്ങനെയൊക്കെ ഒരു ചോദ്യം. ഞാൻ പല വേദികളിലും ഇങ്ങനെ പലരും സംസാരിച്ചതിൽ നിന്നാണ് ഞാനത് പറയുന്നത്. അതൊരു തോട്ട് പ്രൊവോക്കിംഗ് ഒരു സബ്ജക്റ്റാണ്. ബലി എന്തിനാണ് ബലിയെ നമ്മൾ തിരിച്ചയച്ചത്?
ബലി ഉണ്ടെങ്കിൽ സാമത്തല്ലേ രാമരാജ്യം എന്ന് പറഞ്ഞ ബലിയുടെ കയ്യിലായിരുന്നല്ലോ. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല വെള്ളിവചനം. അത്രയും വലിയ ഒരാളെ എന്തിനാണ് ഈ ദേവേന്ദ്രന്റെ പേടിയായി തുടങ്ങി എൻ്റെ സീറ്റ് തെറിക്കുമോ എന്നുള്ളത്. കാരണം ഭാരതത്തിൽ നല്ല ഭരണം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവന്മാർ പറയണം നിങ്ങൾക്ക് എന്തുകൊണ്ട് അതുപോലെ ആയിക്കൂടാ, അല്ലെങ്കിൽ ഞങ്ങൾ റീപ്ലേസ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായ ഒരു ഭയത്തിൽ നിന്ന് പുള്ളിക്ക് സീറ്റ് പോയി കഴിഞ്ഞാൽ ഉടനെ പുള്ളി ഓടും വൈകുണ്ഠത്തിലേക്ക്, രക്ഷിക്കണേ എന്ന് പറയും. അവസാനം എനിക്ക് തോന്നുന്നില്ല മഹാവിഷ്ണു അങ്ങനെ ഇങ്ങനെ സംശയിച്ചു കൊടുത്ത പിന്നെ എന്തെങ്കിലും കുറ്റം ആരോപിക്കണം. അങ്ങനെ ബലിയെ പറ്റി ഭാരതത്തിലൊന്നും പറയുന്നില്ല. ഭാഗവതത്തിൽ മാത്രം ഒരു സ്കന്ധത്തിൽ മാത്രം ബലിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കാണുന്ന ഒരു ഓണവുമായി സാമ്യമുള്ള ഒരു കഥയുമല്ല. ഞാൻ ഭാഗവത പ്രഭാഷണത്തിൽ കേട്ടിട്ടുള്ളതാണ്. എന്തോ ആയിക്കോട്ടെ, ആ ഒരു ദിവസം എപ്പോഴും സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ കൂടെ ഒരു നല്ല ദിവസമാണ്. അതിനെ നമ്മൾ ഈ 10 ദിവസവും ഓരോ തരം പൂക്കളങ്ങൾ വെച്ച് ഓണത്തിൻ്റെ അന്ന് മഹാബലിയെയും വാമനെയും ഒരുമിച്ച് നമ്മൾ എതിരേൽക്കുക എന്നുള്ളതാണ്. ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് വിഷ്ണുവിനെയും പഴയ ആസുര ചക്രവർത്തിയായ മഹാബലിയെയും ഒരുപോലെ ഒരേ മനസ്സോടുകൂടെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുക. അതാണ് ഓണത്തിൻ്റെ ഒരു ഇത് വന്നത്. സാന്ദർഭികവശാൽ ഞാൻ ഈ കളം കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു പോയതാണ്. എന്തായാലും ഇതാണ് എൻ്റെ ഓണാശംസ എനിക്ക് പറയാനുള്ളത്. മെമ്മറീസിൽ നിന്ന് ഞാൻ പറഞ്ഞു പോയതാണ്. വീണ്ടും വീണ്ടും ക്ഷമിക്കുക. പിന്നെ ഇത്രയും പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഞാൻ ഇപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാവർക്കും ഇവിടെ നമുക്ക് ഈ ഒരു ഒത്തുകൂടി നമുക്ക് ഇതിനെ നമുക്ക് എന്താ സാക്ഷാത്കരിക്കാൻ സാധിച്ചത് മുൻകൈ എടുത്തിട്ട് ഞാൻ എപ്പോഴും പറയും നന്ദിക്ക് ആദ്യം അർഹൻ ചന്ദ്രൻ തന്നെ. അത് ആർക്കും അവകാശപ്പെട്ടതല്ല. അതിന് പുറകിലുള്ള ആ സ്പേർട്ട് ഓഫ് എന്താ പറയുക, ആ തീപ്പൊരി അത് ചന്ദ്രൻ മാത്രമാണ്. അത് ചന്ദ്രൻ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഡിഗ്രി, ബാക്കി എല്ലാവർക്കും തേർഡ് സെക്കൻഡ്. ചന്ദ്രൻ്റെ ഒപ്പം വലകൈ ഇടകൈ ആയിട്ട് നിൽക്കേണ്ടവനാണ് ഞാനൊക്കെ ഇന്നലെ. പക്ഷെ ഇന്നലെ ഇങ്ങനെ സാന്ദർഭ്യം വെച്ചാൽ സന്തോഷിക്കുക. ഒരു ഒബ്ജക്റ്റിന് ഒരു ഇമേജ് എന്ന് പറയുന്ന പോലെയാണ് രാജൻ. ഒബ്ജക്റ്റാണ്, ഇമേജാണ്, രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും. അപ്പം രാജന് രണ്ടാമത്തെ എന്ന് പറയുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് സഹകരിച്ചു, എല്ലാവരും ഒരുമിച്ച് വന്നു. എല്ലാവരും ഞാൻ പ്രത്യേകം പറയുന്നില്ല. പക്ഷേ ഇന്ന് വിശിഷ്ടാതിഥി എന്ന് എനിക്ക് എൻ്റെ സുഹൃത്തായ ഗണേഷിനെ എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല. കാരണം ഗണേഷ് നമ്മുടെ ഒപ്പമുള്ള ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഗണേഷ് വേറെ ഏതെങ്കിലും ഒരു വേദിയാണെങ്കിൽ ഗണേഷിന് ഇതുപോലെ നമുക്ക് കിട്ടില്ല. നമ്മുടെ നാട്ടുകാരാണ് ഗണേഷിന് കിട്ടിയതാണ്. അല്ലെങ്കിൽ അത്രയും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് പൊതുസമൂഹത്തിൽ, ഗാനമേള രംഗത്ത് നിന്ന് മാത്രമല്ല സംഗീത ലോകത്ത് തന്നെ അദ്ദേഹം ചലച്ചിത്ര പിന്നണി ഗായകത്തിന് ഇൻവൈറ്റഡ് ഗസ്റ്റാണ്. അദ്ദേഹത്തിന് നമുക്ക് വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വാക്കിൽ നമുക്ക് കിട്ടി. അതിൽ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ വിശിഷ്ടാതിഥിയുണ്ട്. പിന്നെ സാറിന് പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും സാറ് ദൂരയിൽ നിന്ന് 8 മണിക്ക് സാർ ഇവിടെ നിന്ന് എത്തിയതാണ്. സാറ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു, ഹൃദയംഗമായ നന്ദി. സാറെ ഞങ്ങൾക്ക് സാറിൻ്റെ ഹോസ്പിറ്റാലിറ്റി വളരെ ഇഷ്ടപ്പെട്ടു. സാറ് ഞങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. സാറിന് പ്രത്യേകം നന്ദി. മായനിക്ക് നന്ദിയില്ല, എന്നാലും മായനിക്കോട് നന്ദി കൊടുക്കുന്നു കുടുംബാംഗങ്ങൾ എന്നുള്ള രീതിയിൽ. പിന്നെ എല്ലാവർക്കും എല്ലാവരുടെ പേരിലും ഞങ്ങളുടെ സംഗീത കൂട്ടായ്മയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ നന്ദി അർപ്പിച്ചുകൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് കാര്യം ഒരു അനൗൺസ്മെന്റ് ആണ്. ഇപ്പോൾ ജെനിയെ കുറിച്ച് പലതരത്തിൽ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത്രയും നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്പേസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ലെന്ന് തോന്നുന്നു. കാരണം ജെനി നമ്മുടെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ പുതിയ വേറൊരു വലിയ ബിൽഡിംഗ് വരാനായിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 4 മാസം മുമ്പ് നമ്മളടുത്ത് പറഞ്ഞിരുന്നതാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാൻ വരുന്നത് അവിടെ വലിയ കൺസ്ട്രക്ഷൻസ് വരാൻ സ്പേസ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നമ്മുടെ പേട്ട ഭാഗത്ത് ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. മിക്കവാറും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഇതേ ആംബിയൻസ് അവിടെ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീട് പോയി കണ്ടിരുന്നു. ഓൾമോസ്റ്റ് അത് തന്നെ കൺഫേംഡ് ആകും തോന്നുന്നു. പിന്നെ ഈ മഹാബലിയെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ പൂജിക്കുന്നത് പാദങ്ങളെയാണ്, കൈകളെ അല്ലല്ലോ. അപ്പോൾ പവിത്രമായത് കൈകളേക്കാൾ പാദങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ വാമന രൂപത്തിൽ വന്ന അദ്ദേഹം ശരിക്കും അനുഗ്രഹിച്ച് സുതലം എന്നുള്ള ആ ലോകത്തെ രാജാവായിട്ട് വഴിക്കുകയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിഷമത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് പുതിയ എന്താ പറയണ്ടേ, മഹാബലിമാർ ഉയർത്തെഴുന്നേൽക്കട്ടെ നാടിനെ, അല്ലേ? ഇപ്പോൾ തന്നെ സോഷ്യലിസ്റ്റ്, ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് അദ്ദേഹം എന്ന് പറഞ്ഞു. അതുപോലെ സോഷ്യലിസ്റ്റ് മനോഭാവമുള്ള ആളുകൾക്ക് നമ്മളെ നയിക്കാൻ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു. ഞാൻ പതുക്കെ നീങ്ങാണ്. എല്ലാവർക്കും നല്ല ഓണസദ്യ കഴിക്കാനുള്ള ആശംസകൾ.
ഔപചാരികമായി നമ്മുടെ യോഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കലാപരിപാടികളിലേക്ക് കടക്കാം. അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള